എല്ലാവർക്കും നമസ്കാരം. സ്ക്രീൻ അഡിക്ഷനും കുട്ടികളുടെ കാഴ്ചശക്തിയും എന്ന വിഷയത്തെപ്പറ്റി ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റൽ കൺസൾട്ടൻറ്റ് ഒഫ്താൽമോളജിസ്റ്റുകളായ ഡോക്ടർ മുഹമ്മദ് AV ആൻഡ് ഡോക്ടർ കിരൺ ബാലഗോപാൽ. വെൽക്കം ഡോക്ടേഴ്സ്. ഡോക്ടർ, ഇന്ന് കുട്ടികളുടെ ജീവിതത്തിൽ മൊബൈൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, ഇതൊന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് എത്രത്തോളം ശരിയാണ്? വളരുന്ന കുട്ടികൾക്ക് മൊബൈലും ഇൻ്റർനെറ്റും സോഷ്യൽ മീഡിയയും ഇല്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, സാധ്യമല്ല. അത് അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റിനും സോഷ്യൽ കണക്ഷൻസിനും അക്കാഡമിക് ആക്ടിവിറ്റീസിനും ഫർദർ ഉള്ള ജോബിനും എല്ലാം ഇത് ആവശ്യമാണ്. അതുകൊണ്ട് ഇവ കൂടാതെ ഈ സോഷ്യൽ മീഡിയ, ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും മൊബൈലും ഇല്ലാതെ ഫർദർ മുന്നോട്ടുള്ള യാത്ര സാധ്യമല്ല എന്ന് തന്നെ പറയാം. ബുക്സ് മാത്രം നോക്കിയിരുന്ന് വായിച്ചാലൊന്നും അടുത്ത തലമുറയിലേക്ക് നമുക്ക് പോകാൻ പറ്റിയെന്ന് വരില്ല. ഡോക്ടർ, കുട്ടികൾ മണിക്കൂറുകളോളമാണ് ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. ഇത് കണ്ണിനെ എപ്രകാരമാണ് ബാധിക്കുന്നത്? ഈ കുട്ടികളെന്ന് പറയുമ്പോൾ തീരെ ചെറിയ കുട്ടികൾ, അവർ വളരുന്ന പ്രായം അത് വളരെ മോൾഡബിൾ ആയിട്ടുള്ളൊരു പ്രായമാണ്. ഇപ്പം നമ്മളൊരു കളിമണ്ണ് പോലെയാണ്. നമുക്ക് ഏത് രീതിയിലും അതിനെ മോൾഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ TV അല്ലെങ്കിൽ സ്ക്രീൻസൊക്കെ ഈ കുട്ടിയുടെ കണ്ണിൻ്റെ വളർച്ചയെ അത് രണ്ടിനെയും അവയാണ് മോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ജനിക്കുമ്പോൾ കുട്ടിയുടെ കണ്ണിന് ഒരു പ്രത്യേക സൈസും ഷേപ്പും കാണും. പ്രായം കൂടുന്തോറും അതിന് വ്യത്യാസം വരും. സാധാരണ കണ്ണ് വളർന്ന് വരും. വളർന്ന് വന്ന് അതിലൊരു പൂർണ്ണ വളർച്ച ഒരു 18 വയസ്സൊക്കെ ആകുമ്പോഴാണ് എത്തുന്നത്. അപ്പോൾ കണ്ണിന് മുൻപിൽ നിന്ന് പുറകിലത്തെ ഭാഗം വരെ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു അഡൽട്ട് കണ്ണിൻ്റെ സൈസ് 23 മില്ലിമീറ്റർ ഏകദേശം വരുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ നേരം ഇങ്ങനെയുള്ള ഡിജിറ്റൽ ഡിവൈസസ് നോക്കുകയാണ്, അല്ലെങ്കിൽ അടുത്തുള്ള സാധനങ്ങൾ മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ കണ്ണിൻ്റെ വളർച്ച പുറകോട്ട് നീളം കൂടി വരും. ഇപ്പോൾ 1 മില്ലിമീറ്റർ നീളം കണ്ണിന് കൂടുകയാണെങ്കിൽ നമുക്ക് ഷോർട്ട് സൈറ്റ് 3 ഡയോപ്റ്റർ വരെ വരാം. -3 പവർ വരും 23 നിന്ന് 24 മില്ലിമീറ്റർ നീളം കൂടിക്കഴിഞ്ഞാൽ. അപ്പോൾ കണ്ണിൻ്റെ വളർച്ചയെ അത് ബാധിക്കും. പിന്നെ കണ്ണിൻ്റെ ഈ പുറമേ ഉള്ള ഭാഗം, അതായത് നമ്മൾ പുറമേ കാണുന്ന കൃഷ്ണമണി, കണ്ണിൻ്റെ വെളുത്ത ഭാഗമായിട്ടുള്ള ആ കൺജക്റ്റീവ സ്ക്ലീറ, പിന്നെ കണ്ണിൻ്റെ അകത്തുള്ള കണ്ണുനീരിൻ്റെ സന്തുലിതാവസ്ഥ, അതിനെ അത് ബാധിക്കും. പ്രധാനമായിട്ടും കണ്ണ് നമ്മൾ സ്ക്രീനിൽ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എത്ര പ്രാവശ്യം നമ്മൾ 1 മിനിറ്റിൽ കണ്ണ് അടയ്ക്കും എന്നുള്ളത്. നമ്മൾ സംസാരിക്കുമ്പോഴും മറ്റും വെറുതെ ഇരിക്കുമ്പോൾ നോർമൽ ഒരാൾ ഒരു 14 പ്രാവശ്യമെങ്കിലും കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യും. പക്ഷേ സ്ക്രീൻ നോക്കിയിരിക്കുമ്പോൾ വലിയവരാണെങ്കിൽ കൂടി ഈ കണ്ണ് അടയ്ക്കുന്നതിൻ്റെ തവണ കുറഞ്ഞു വരും. ചിലപ്പോൾ 1 മിനിറ്റിൽ 1 പ്രാവശ്യം പോലും അടച്ചെന്ന് വരില്ല. തുറന്നിരിക്കുന്ന കണ്ണിൽ നിന്നും ഒന്ന് ഉള്ള കണ്ണുനീര് ആവിയായി പോകും, ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ കണ്ണിൽ ഡ്രൈനെസ് വരും. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ കണ്ണ് ചിമ്മുമ്പോഴാണ് പുതിയ കണ്ണുനീര് ഗ്രന്ഥിയിൽ നിന്ന് ഒഴുകി വരുന്നത്. ആ പുതിയ കണ്ണുനീര് വരുന്നുമില്ല, ഉള്ള കണ്ണുനീര് ഡ്രൈ ആയി പോകുന്നു. എന്നാൽ ആ കുട്ടിക്ക് കണ്ണുനീര് ഉണ്ടാക്കാൻ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ആ കുട്ടിക്ക് ഡ്രൈനെസ്സും വരും, ഷോർട്ട് സൈറ്റ് വരാൻ സാധ്യതയുണ്ട്, തലവേദന വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിനകത്തുള്ള ബ്ലൂ ലൈറ്റ് വരുന്നത് കാരണം ഉറക്കത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത് കാരണം തന്നെ ഉറക്കം അഫക്റ്റഡ് ആകുമ്പോഴത്തേക്കും ബാക്കി എല്ലാം അഫക്റ്റഡ് ആകും. ഡോക്ടർ, സ്ക്രീൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കുട്ടികളിൽ കാണുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ജനറലായിട്ട് കുട്ടികൾക്ക് ഇമ്പൾസീവ് ബിഹേവിയർ ഉണ്ടാകുന്നുണ്ട്. കൂടുതലായിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്ന അഡിക്ഷൻ ഉള്ള കുട്ടികൾക്ക് ഇമ്പൾസീവ് ബിഹേവിയർ ഉണ്ടാകുന്നുണ്ട്. സ്ലീപ്ലെസ്നെസ് ഉണ്ടാകുന്നു, ആങ്സൈറ്റി, ഡിപ്രഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാകുന്നതുകൊണ്ട് ഒബീസിറ്റി കൂടുന്നു. പിന്നെ മയോപ്പിയ, കണ്ണിനുണ്ടാകുന്ന മയോപ്പിയ വരുന്നുണ്ട്, ഐ സ്ട്രെയിൻ വരുന്നുണ്ട്, ഡ്രൈ ആയി വരും, ഹെഡ് ഏക്ക് വരുന്നുണ്ട്, ഐ സ്ട്രെയിൻ വരും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ണിനെ ബാധിക്കുന്നുണ്ട്. കൂടുതൽ എക്സസീവ് യൂസ് വരുമ്പോൾ അക്കാഡമിക് ഫെയിലിയർ വരുന്നുണ്ട്. കുട്ടികൾക്ക് കൂടുതൽ പഠിക്കാനുള്ള ശ്രദ്ധ മാറുന്നതും ഇതിലേക്ക് നയിക്കുന്നുണ്ട്. സ്ലീപ്ലെസ്നെസ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ജനറലി കുട്ടികൾക്ക് വരുന്നത്. സർ, നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് മൊബൈൽ കാണിക്കുന്നത് പ്രശ്നവും TV വലിയ സ്ക്രീൻ ആയതുകൊണ്ട് കുഞ്ഞുങ്ങളെ കാണിക്കുന്നത് പ്രശ്നമില്ലെന്ന് ചിലരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതിനകത്ത് എത്രമാത്രം യാഥാർത്ഥ്യം ഉണ്ട്? അപ്പോൾ ഇത് രണ്ടും ഡിജിറ്റൽ ഡിവൈസസ് ആണ്. ഡിജിറ്റൽ ഡിവൈസസിൽ ഇതിൽ സാറ് പറഞ്ഞതുപോലെ കൊച്ചിൻ്റെ ജനറൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും കോമണാണ്. അപ്പോൾ കാണുന്നത് എത്ര നേരം കാണുന്നു, അതൊക്കെ രണ്ടിലും കോമണാണ്. പക്ഷേ ഈ സ്ക്രീനിൻ്റെ വലിപ്പവും അത് എവിടെ ഇരിക്കുന്നു അതുള്ളതും കുറച്ച് ഡിഫറൻ്റ് ആണ്. അതായത് മൊബൈൽ നമ്മുടെ കയ്യിലാണ്, വളരെ അടുത്താണ്. അപ്പോൾ കണ്ണ് കൂടുതൽ നമുക്ക് അടുത്തുള്ള സാധനങ്ങൾ കാണാനായിട്ട് കണ്ണ് കൂടുതൽ അധ്വാനിക്കേണ്ടി വരും, ഫോക്കസ് ചെയ്യേണ്ടി വരും. ഇപ്പം നിയർ വിഷൻ കൂടുതൽ ഉപയോഗിക്കുന്നത് മൊബൈൽ കാണാൻ, അല്ലെങ്കിൽ ടാബ് കാണാൻ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കാണാൻ.
ടി വി ആണെങ്കിൽ ഒരു 3 മീറ്ററിൽ കൂടുതൽ ദൂരെയാണെങ്കിൽ അത്രയും നിയർ വിഷൻ ഉപയോഗിക്കേണ്ടി വരുന്നില്ല. അത് ഒരു കാര്യമാണ്. അപ്പോൾ മൊബൈൽ അല്ലെങ്കിൽ ടാബ് കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഷോർട്ട് സൈറ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത അതിലാണ് കൂടുതൽ വരുന്നത്. തന്നെയല്ല, അത് കാണുമ്പോൾ കുട്ടി മിക്കവാറും കൊച്ചുകുട്ടിയൊക്കെ ആയിരിക്കും, 2-3 വയസ്സേ കാണുള്ളൂ. 4 കാലിൽ നിന്നുകൊണ്ട് കമന്നായിരിക്കും ചിലപ്പം കാണുന്നത്. മനസ്സിലായില്ല? അത് കൊച്ചിനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം, തട്ടി ഓരോ പ്രോഗ്രാം മാറ്റിക്കൊണ്ടിരിക്കും. അപ്പം അതും പ്രോബ്ലം തന്നെയാണ്. പിന്നെ ഉള്ളത് ടി വിയാണ്. ഇപ്പോൾ ടി വിയുടെ കാര്യം, ടി വി വലിയ സ്ക്രീനാണ്, ദൂരെയാണ്, ഷോർട്ട് സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ മൊബൈലിനേക്കാൾ ചാൻസ് കുറവാണ്. പക്ഷേ ടി വി തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും ഷോർട്ട് സൈറ്റ് ഡെവലപ്പ് തന്നെ ചെയ്യും. വേറൊരു കാര്യം, സാധാരണ ടി വിയുടെ ഹൈറ്റ് അത് നമ്മുടെ ഐ ലെവലിൽ നിന്ന് മുകളിലാണ്. കൊച്ചുകുട്ടിയാകുമ്പോൾ കൊച്ചുകുട്ടി പൊക്കം കുറവായതുകൊണ്ട് താഴെ നിന്നോ ഇരുന്നോ ആയിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ കസേരയാണെങ്കിൽ തന്നെ ടി വി വളരെ ഉയരത്തിലായിരിക്കും. അപ്പോൾ കണ്ണ് കുറച്ച് മുകളിലേക്ക് പൊക്കി നോക്കേണ്ട ആവശ്യം വരും. നമ്മൾ താഴേക്ക് നോക്കിയാൽ കണ്ണിൻ്റെ മുകളിലത്തെ പോള കണ്ണിൻ്റെ പകുതിയോളം കവർ ചെയ്യും. മുകളിലേക്ക് നോക്കുന്നവരും മുകളിലത്തെ പോള പൊങ്ങിപ്പോകും. അപ്പോൾ കണ്ണിൻ്റെ കൂടുതൽ സർഫസ് ഏരിയ എക്സ്പോസ് ആവും. കണ്ണിൻ്റെ പ്രതലത്തിൻ്റെ കൂടുതൽ ഭാഗം അന്തരീക്ഷത്തിൽ എക്സ്പോസ് ആയിട്ട് ആ ഭാഗം ഡ്രൈ ആവാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ഡ്രൈനെസ് ഉണ്ടാവാൻ സാധ്യത കൂടുതൽ ടി വി പൊക്കത്തിൽ വെക്കുമ്പോഴാണ്. അപ്പോൾ അതിനുവേണ്ടി കുട്ടിക്ക് വേണ്ടി ടി വി താഴെ വെച്ച് കൊടുക്കണം, ടി വി ആണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ. എന്താണെങ്കിലും അതിനൊരു ലിമിറ്റഡ് വ്യൂയിങ് ടൈം വെക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം രണ്ടും ഒരുപോലെ ദോഷം ചെയ്യുന്നതാണ്. പിന്നെ ഈ ഡ്രൈനെസ് കാരണം കുട്ടിക്ക് എന്ത് പ്രശ്നം വരുമെന്ന് ചോദിച്ചാൽ, പല കുട്ടികളും മാതാപിതാക്കന്മാർ പറഞ്ഞ് കാഴ്ചയുടെ പ്രോബ്ലം ഒന്നും പറയാറില്ല, കണ്ണ് കുട്ടി കൂടെ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുന്നു, കാരണമൊന്നുമില്ല എന്ന് പറയും. അപ്പോൾ അത് ഡ്രൈനസിൻ്റെ ഒരു ലക്ഷണമാണ്. ഡ്രൈനസ് കാരണവും വരാം, അലർജി കാരണവും ഒക്കെ വരാം. പക്ഷേ എന്നാലും ഈ കണ്ണിനകത്ത് കണ്ണുനീര് കുറയുന്നു. അപ്പോൾ കുട്ടി ടി വി കാണുമ്പോൾ അത് തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ ശരീരം അത് മനസ്സിലാക്കുന്നില്ല. മൊബൈൽ കാണുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് ഇതൊക്കെ നിർത്തി കഴിഞ്ഞിട്ടായിരിക്കും അയ്യോ കണ്ണുനീര് കുറവാണല്ലോ, കണ്ണുനീര് പുതിയതായിട്ട് ഉണ്ടാക്കണമല്ലോ എന്ന് ശരീരത്തിന് തോന്നുന്നത്. അപ്പോൾ കണ്ണ് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യും. ഓരോ പ്രാവശ്യം അടയ്ക്കുമ്പോഴും കണ്ണുനീര് വരുമെന്ന് ശരീരത്തിന് അറിയാം. അതുകൊണ്ട് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യും. കുറേ പ്രാവശ്യം അടയ്ക്കുകയും തുറക്കുകയും ചെയ്തിട്ട് ആവശ്യത്തിന് കണ്ണുനീര് വരുന്നില്ല. അപ്പോൾ അതൊരു ഹാബിറ്റ് പോലെ ചിലപ്പോൾ അങ്ങ് ഫിക്സ് ആകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ കണ്ണിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നു. അത് മാതാപിതാക്കന്മാരുടെ കോമൺ ആയിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ആണ്. സാർ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങൾ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ നമുക്ക് ഒരിക്കലും സ്ക്രീൻ അവോയ്ഡ് ചെയ്തതുകൊണ്ട് നമുക്ക് കുട്ടികളിൽ ആ ഒരു ഹാബിറ്റ് ഇല്ലാതാക്കാൻ പറ്റില്ല. അപ്പം എങ്ങനെയായിരിക്കണം ഈ ടൈം സ്ലോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത് കുട്ടികളിൽ? അതായത് ഏജിനനുസരിച്ച് എത്ര നേരം യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. 2 വയസ്സ് വരെ, ഫ്രം ബർത്ത് ടു 2 years കുട്ടികൾക്ക് മൊബൈലിനും ഒന്നും കൊടുക്കാൻ പാടില്ല. കയ്യിൽ അവരെ വെറുതെ ഇരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ മൊബൈൽ കൊടുക്കും. അങ്ങനെ കൊടുക്കാനേ പാടില്ല. അവരെ ഒപ്പം ഇരുത്തിയിട്ട് വീഡിയോ ചാറ്റിംഗ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അതായത് നമ്മുടെ റിലേറ്റീവ്സുമായിട്ട് വീഡിയോ ചാറ്റിംഗ് മാത്രം കമ്പ്യൂട്ടർ വഴി അല്ലെങ്കിൽ മൊബൈൽ വഴി, സൂമോ ഫേസ് ടൈമോ വഴി അങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. 2 years വരെ. 2 years to 6 years 1 hour per ഡേ ആണ് പറയുന്നത്. അതും നല്ല ആപ്പുകൾ സെലക്ട് ചെയ്ത് പാരൻസ് ഒപ്പം ഇരുന്ന് കുട്ടികളെ പഠിപ്പിക്കണം എന്നാണ് പറയുന്നത്. 6 years മുതൽ കുട്ടികളെ റെസ്ട്രിക്റ്റ് ചെയ്യണം പല ഏരിയകളും. സ്ലീപ്പിന് പോകുമ്പോൾ, ഡിന്നറിൽ, ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള ഏരിയാസിൽ അത് ഉപയോഗിക്കരുതെന്നുള്ള ആ ഒരു ഫാമിലിയിൽ തന്നെ അത് റെസ്ട്രിക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. എന്നാലേ അവർക്ക് ആ ഒരു അച്ചടക്കം വരുള്ളൂ. പിന്നെ അതുപോലെ പ്രൈവസീനെ കുറിച്ച് പഠിപ്പിക്കണം, സേഫ്റ്റീനെ കുറിച്ചും പഠിപ്പിക്കേണ്ടതാണ്. അതിനെക്കുറിച്ച് ഇതൊക്കെയാണ് ഇനിഷ്യലി പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ. അതിൽ അതെ പാരൻസ് എപ്പോഴും ഗൈഡഡായിരിക്കണം. അവരെപ്പോഴും എപ്പോഴും അവരെ ഒബ്സർവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതുപോലെ സേഫായിട്ടുള്ള മറ്റുള്ള ഇതൊക്കെ ലോക്ക് ചെയ്ത് അങ്ങനെയുള്ള അൺവാണ്ടഡ് ആപ്സ് ഒന്നും ഇവർ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ അഡിക്ഷൻ വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ അവരെ കാണിക്കാവുള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു അതെ അതിലേക്ക് കൂടുതൽ പോയാൽ കുട്ടികൾ ഒരു റിയൽ വേൾഡുമായിട്ടുള്ള കണക്ഷൻ പോകും. അത് ശ്രദ്ധിക്കേണ്ടതാണ്. സർ, കുറച്ച് നാൾ മുൻപ് തൊട്ടുള്ളൊരു അവസ്ഥ നോക്കുവാണെങ്കിൽ ഇപ്പോൾ പല കുഞ്ഞു കുട്ടികളിലും അവർ കണ്ണട ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ വാസ്തവം എന്താണ്? അതൊരു ബ്രോഡായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ കണ്ണട ഉപയോഗിക്കുന്നതിന് 2 കാരണമുണ്ട്. ഒന്ന്, ഇപ്പം മെഡിക്കൽ ഫെസിലിറ്റി വളരെ കൂടി. ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച വൈകല്യങ്ങൾ അത് നേരത്തെ കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്.
അതുകൊണ്ട് കൊച്ചുകുട്ടികൾക്ക് നേരത്തെ തന്നെ കണ്ണട കൊടുക്കുന്നുണ്ട്. പിന്നെ പണ്ടുണ്ടായിരുന്നത് പോലെ പേരൻസിന് അത്രയ്ക്ക് ഒരു കണ്ണടയോടുള്ളൊരു വിമുഖത ഇല്ല. പലർക്കും അറിയാം സമയത്തിന് കണ്ണട വെച്ചില്ലെങ്കിൽ പ്രശ്നമാവും, വെക്കേണ്ട ആവശ്യമാണ്, കൊച്ചിൻ്റെ കണ്ണിൻ്റെയും മനസ്സിൻ്റെയും ഡെവലപ്മെൻറ്റിന് കണ്ണട ആവശ്യമാണെന്നുള്ളത്. പിന്നെ കണ്ണട വെക്കുന്ന കുട്ടികളുടെ എണ്ണം കൂടി വരുന്നോ, അതാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ അതിന് ഡെഫിനറ്റായിട്ട് ഒരു കാരണം ഇത് കമ്പ്യൂട്ടർ, ടി വി പോലെയുള്ള കാര്യങ്ങളാണ്. പണ്ടൊക്കെ കണ്ണട വയ്ക്കുന്ന കുട്ടികളെ സ്കൂളിൽ പുസ്തക പുഴുക്കളെന്ന് വിളിക്കും. കാരണം ഒരുപാട് പുസ്തകം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമേ ആ സമയത്ത് കണ്ണട ഉള്ളൂ. മറ്റുള്ള കുട്ടികൾക്ക് ആവശ്യം കാണും, ആവശ്യമുണ്ടെങ്കിൽ പോലും അവർ വെക്കില്ല, കാരണം ചെക്കിങ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്കൂൾ സ്ക്രീനിങ് പ്രോഗ്രാംസ് ഉണ്ട്. സ്കൂളിൽ ചേരുമ്പോൾ തന്നെ കാഴ്ച പരിശോധിക്കും. പല സ്കൂളിലും ഹോസ്പിറ്റൽസിൽ നിന്നൊക്കെ ക്യാമ്പ് പോലെ ചെന്നിട്ട് കുട്ടികളുടെ കാഴ്ച സൗജന്യമായിട്ട് പരിശോധിക്കുകയും കണ്ണാടി വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ണട കുട്ടികൾക്ക് കിട്ടാനൊരു നേരത്തെ വയ്ക്കാനായിട്ട് ഒരു കാരണമായിട്ട് പറയാം. പിന്നെ നമ്മൾ ഈ ടി വിയും കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ഉപയോഗിക്കുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ കണ്ണിൻ്റെ വളർച്ചയെ അത് ബാധിക്കും. ഷോർട്ട് സൈറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നോർമലി എല്ലാ കുട്ടികളും ജനിക്കുമ്പോൾ കണ്ണിനൊരു പവർ ഉണ്ടാവും. അപ്പോൾ അത് കുട്ടി വളർന്ന് അഡൽട്ട്സ് ഏജിലോട്ട് എത്തുന്തോറും അതൊരു 0 അടുത്താണ് വരുന്നത്. അപ്പോൾ 0 ഒരു ഐഡിയൽ പവർ. 0 കഴിഞ്ഞ് പോയാൽ മൈനസായി. മൈനസാണ് ഷോർട്ട് സൈറ്റ്. ഷോർട്ട് സൈറ്റിനെ പറ്റി നേരത്തെ പറഞ്ഞു. അടുത്തുള്ളത് കാണാൻ പറ്റും, ദൂരമുള്ളത് കാണാൻ പറ്റില്ല. അതിന് കണ്ണട വയ്ക്കേണ്ടി വരും. ചില കുട്ടികൾക്ക് ഇത് 0 എത്തില്ല, അത് പ്ലസ്സിൽ തന്നെ നിൽക്കും. പ്ലസ്സിന് ലോങ് സൈറ്റ് എന്ന് പറയും. പ്ലസ് എന്ന് വെച്ചാൽ നമുക്ക് ദൂരെ കാണാം, പക്ഷേ കണ്ണ് കുറച്ച് വർക്ക് ചെയ്യണം. അടുത്തുള്ളതും കാണാം, കണ്ണ് വളരെയേറെ വർക്ക് ചെയ്യണം. അങ്ങനെയുള്ള കുട്ടികൾക്ക് വായിക്കുകയും മൊബൈൽ യൂസ് ചെയ്യുകയും ടി വി കാണുകയും ചെയ്യുമ്പോൾ തലവേദന ഉണ്ടാകാം, ചിലപ്പോൾ കോങ്കണ്ണും വരാം. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് തലവേദന വരാതിരിക്കാനും കോങ്കണ്ണുണ്ടെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് തടയാനും കണ്ണട വെക്കേണ്ടി വരാം. ഇതുമല്ലാതെ ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ കുറച്ച് പവറോടുകൂടിയായിരിക്കും ജനിക്കുന്നത്. ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഷോർട്ട് സൈറ്റ് ഉണ്ട്, ആസ്റ്റിഗ്മാറ്റിസം ഉണ്ട്. ഈ പവേഴ്സൊക്കെ സ്കൂൾ സ്ക്രീനിങ് വഴി നേരത്തെ കണ്ടുപിടിക്കാം. വേറൊരു കാര്യം, കമ്പ്യൂട്ടറും ടി വി ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെ പവേഴ്സ് ഉള്ള കുട്ടികൾക്ക് തലവേദനയൊക്കെ നേരത്തെ വരും. തലവേദന വരും, കണ്ണിന് തുടിപ്പ് വരും, കൺകുരു വരാം, സ്ഥിരമായിട്ട് വെള്ളം വരാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം മാതാപിതാക്കന്മാർ നേരത്തെ കുട്ടികളെ ഡോക്ടറിനെ കാണിക്കുകയും അതുകൊണ്ട് കണ്ണട നേരത്തെ വെക്കേണ്ടി വരികയും ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ കണ്ണട വയ്ക്കുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നത്. പക്ഷേ ലോകമൊട്ടാകെ നോക്കിക്കഴിഞ്ഞാൽ കണ്ണട വയ്ക്കുന്ന കുട്ടികളുടെ എണ്ണം വളരെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ഫ്ലാറ്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുകയും പുറത്തുള്ള കാര്യങ്ങൾ കാണാൻ കണ്ണിന് അധികം അവസരം കിട്ടാതെ വരികയും, ഫ്ലാറ്റിൽ താമസിക്കുന്നു, സ്കൂളിൽ പോകുന്നു, ചെറിയ റൂമിൽ കഴിയുന്നു, പിന്നെ നമ്മൾ മൊബൈലും കമ്പ്യൂട്ടറും മാത്രമാണ് നമ്മുടെ ഒരു വിനോദം. അങ്ങനെയാണെങ്കിൽ മിക്ക കുട്ടികൾക്കും ഷോർട്ട് സൈറ്റിന് കണ്ണട വെക്കേണ്ടി വരിക തന്നെ ചെയ്യും. സിംഗപ്പൂർ പോലെയുള്ള രാജ്യങ്ങളിൽ എനിക്ക് തോന്നുന്നൊരു 80-90% ആൾക്കാർക്കും കണ്ണട ഉണ്ട്. അതിന് നമ്മുടെ അർബൻ ലൈഫ് സ്റ്റൈലും ഈ ഡിജിറ്റൽ ഡിവൈസസും ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഡോക്ടർ, ഇത്തരം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ഇനീഷ്യലി നമ്മൾ കുട്ടികളെ 5 വയസ്സിൽ തന്നെ കുട്ടികളുടെ വിഷൻ എല്ലാം, എല്ലാ കുട്ടികളുടെയും 100% കുട്ടികളുടെയും വിഷൻ ചെക്ക് ചെയ്യണം. അത് മസ്റ്റാണ്. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. പിന്നെ കുട്ടികൾക്ക് ഇപ്പോൾ മിക്കവാറും ഫാമിലീസിലെല്ലാം ഇൻഡോർ ആക്ടിവിറ്റീസാണ്. അതായത് വീട്ടിനുള്ളിൽ അല്ലെങ്കിൽ റൂമിനകത്താണ് കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അത് കഴിയുന്നതും ഒരു 1 to 2 hours എങ്കിലും കുട്ടികളെ ഔട്ട്ഡോർ പുറത്ത് പോയി ഉള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ നിർബന്ധിക്കണം. അവരെ ചെയ്യിച്ചിരിക്കണം. ഇപ്പോൾ ജപ്പാനിലൊക്കെ അവർ ആപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നോക്കിയിട്ട് അവരുടെ ടൈമിൽ ആ ടൈം വെച്ച് കുട്ടികൾ ഇങ്ങനെ കളിച്ചിരിക്കണമെന്ന് നിർബന്ധിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളും ഫോളോ ചെയ്യണം. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കുറവാണ്. വെയിൽ കൊള്ളാൻ നിർബന്ധിക്കണം. വെയിൽ കൊണ്ടിട്ടില്ലെങ്കിൽ വൈറ്റമിൻ ഡി കുറയും. അതും ഒരു പ്രോബ്ലമാണ്. ഒബീസിറ്റി കൂടും, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നു. സെഡൻറ്ററി ലൈഫ് സ്റ്റൈല്, ഇത് എല്ലാം പ്രോബ്ലമാണ്. അപ്പോൾ കഴിയുന്നതും എല്ലാ കുട്ടികളും ഒരു 1 to 2 hours പെർ ഡേ ആക്ടിവിറ്റീസ് ചെയ്യണം. പുറത്തുള്ള ആക്ടിവിറ്റി, എസ്പെഷ്യലി സൺലൈറ്റ് കിട്ടത്തക്ക രീതിയിൽ ഉള്ള ആക്ടിവിറ്റീസ് ചെയ്യണം. സാർ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് എങ്ങനെയായിരിക്കും? ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് ഒന്ന്, കുട്ടികൾക്ക് ഇപ്പോൾ പീഡിയാട്രീഷ്യൻസ് എല്ലാം പറയുന്നത് അവർക്കെല്ലാം വൈറ്റമിൻ ഡി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ വരുമ്പോൾ പ്രശ്നങ്ങളായിട്ട് വരുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് അതിനുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്ത് എന്താണ് കുട്ടികളുടെ പ്രോബ്ലം എന്നുള്ള കണ്ടെത്തി, അത് മയോപ്പിയ ആണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ മയോപ്പിയക്കുള്ള ട്രീറ്റ്മെൻറ്റ് അത് കൊടുക്കുന്നു.
അതിൽ ഡ്രൈ ഐ ആണോ പ്രോബ്ലം, അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് ആണോ പ്രോബ്ലം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കണ്ടുപിടിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നു. റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്യുക ആണ് ചെയ്യുന്നത്. സാർ, ഈ സ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ സ്ക്രീൻ കാർഡുകൾ അങ്ങനെ എന്തെങ്കിലും ബ്രൈറ്റ്നസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ടോ? സ്ക്രീനിന് ബ്രൈറ്റ്നസ് ഉണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ LCD ആയിരുന്നു, ഇപ്പം LED ആണ് സ്ക്രീനൊക്കെ. അപ്പോൾ LED കുറച്ചും കൂടെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നാലും LED എല്ലാവർക്കും അറിയാവുന്ന പോലെ കുറേ കൂടെ ബ്രൈറ്ററാണ്. അപ്പോൾ നമ്മുടെ കണ്ണ് പണ്ട് നമ്മൾ ഈ വിളക്കിൻ്റെ അടിയിലിരുന്ന് പഠിച്ച് പരീക്ഷ പാസ്സായി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടിയിലൊക്കെ. പിന്നെ ഈ മഞ്ഞ ലൈറ്റ് വന്നു, പിന്നെ സോഡിയം വേപ്പർ വന്നു, പിന്നെ ഇപ്പോൾ എല്ലാം CFL പോലത്തെ ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ്സ് ആണ്. അപ്പോൾ ഈ ബ്രൈറ്റ് ലൈറ്റ് ഒരു പ്രശ്നമാണ്. LED സ്ക്രീനിൽ നിന്നും ബ്രൈറ്റ് ലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ ബ്രൈറ്റ് ലൈറ്റ് വൈറ്റ് ലൈറ്റാണ് കൂടുതലും. അപ്പോൾ ഈ വൈറ്റിനകത്ത് നമ്മുടെ ഈ 7 നിറം പറയത്തില്ല, വിബ്ജിയോർ, അപ്പോൾ അതിനകത്ത് ബ്ലൂ ലൈറ്റിൻ്റെ എമൗണ്ട് കുറച്ച് കൂടുതലായിരിക്കും ജനറലി, എസ്പെഷ്യലി ഈ സ്ക്രീനിൽ നിന്ന് വരുന്ന ലൈറ്റിൽ. അപ്പോൾ നമ്മൾ സ്ക്രീനിനകത്ത് ഐ പ്രൊട്ടക്ഷൻ മോഡുണ്ട് പലതിലും. അപ്പോൾ കുറച്ചൊരു യെല്ലോയിഷ് കളർ വരും സ്ക്രീനിന്. അതിട്ടിട്ട് സ്ക്രീൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ കണ്ണിന് കുറച്ചുകൂടെ സ്ട്രെയിൻ കുറവായിരിക്കും, ബ്ലൂ ലൈറ്റ് കാരണമുള്ള അസ്വസ്ഥത. അപ്പം സ്ഥിരമായി കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർക്ക്, സോഫ്റ്റ്വെയർ ഒക്കെ എൻജിനീയേഴ്സ്, അല്ലെങ്കിൽ ഇവ ഞങ്ങൾ പോലും കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ മെഡിക്കൽ റെക്കോർഡ്സിന് ഇരിക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഈ ബ്ലൂ ലൈറ്റ് ബ്ലോക്ക് ചെയ്യുന്ന കണ്ണട വെച്ചാൽ, ബ്ലൂ ഫിൽറ്ററുള്ള കണ്ണട വെച്ചാൽ ഒരു പരിധി വരെ കണ്ണിന് ക്ഷീണം കുറവായിരിക്കും. തന്നെയല്ല നമ്മൾ രാത്രിയിൽ നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയും കുറച്ച് ബെറ്ററാണെന്ന് പറയാം. പിന്നെ ഈവൻ ബ്ലൂ ലൈറ്റ് ഇല്ലെങ്കിൽ പോലും പൊതുവെ നമ്മുടെ നാച്ചുറൽ ലൈറ്റിലല്ല നമ്മൾ ജീവിക്കുന്നത്. സൺലൈറ്റ് ഉണ്ട്, സൺലൈറ്റിനകത്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാ വേവ് ലെങ്ത്തും ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരുതരം ലൈറ്റ് പൊല്യൂഷനാണെന്ന് വേണമെങ്കിൽ പറയാം. അതിനെപ്പറ്റി അധികം ആരും സംസാരിക്കുന്നില്ല. നമ്മൾ നോയ്സ് പൊല്യൂഷൻ, പിന്നെ അല്ലാതെ അറ്റ്മോസ്ഫറിക് പൊല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ ലൈറ്റ് പൊല്യൂഷൻ അതൊരു സാധനമാണ്, അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എല്ലായിടത്തും വളരെ ബ്രൈറ്റാണ്. ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നട്ടുച്ചയ്ക്ക് പുറത്തിറങ്ങുന്നതിനേക്കാൾ കൂടുതൽ വെളിച്ചമായിരിക്കും രാത്രിയിൽ കടയിൽ ചെന്നാൽ. അപ്പോൾ നോർമലി നമ്മുടെ ശരീരത്തിൽ ഒരു സർക്കേഡിയൻ റിതമുണ്ട്. നമ്മുടെ ശരീരം ഉണരുകയും ഓരോ ശാരീരിക പ്രവർത്തനങ്ങൾ നടക്കുകയും നമുക്ക് ഉറക്കം വരികയും വിശപ്പ് വരികയും അതൊക്കെ ആ ക്ലോക്ക് അനുസരിച്ചാണ്, ബയോളജിക്കൽ ക്ലോക്ക് അനുസരിച്ചാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിനെയൊക്കെ ഈ കൂടുതൽ ലൈറ്റ് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ്ലി നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റഡ് അല്ലെങ്കിലും ഇന്ന് ആവശ്യത്തിൽ കൂടുതൽ ലൈറ്റ് ഉള്ള ഒരു ലോകത്താണ് നമ്മൾ പലരും ജീവിക്കുന്നത്. അതിൽ വേറൊരു കാര്യം ആഡ് ചെയ്യാനുള്ളത്, ഈ സൺലൈറ്റിൽ നിന്ന് വരുന്ന അത്ര പ്രോബ്ലംസ് നമ്മുടെ ഈ ലൈറ്റിനോ കമ്പ്യൂട്ടറിനോ വരുന്നില്ല. വളരെ മിനിമൽ ആയിട്ട് വരുന്നുള്ളൂ. ഇപ്പോൾ UV പ്രൊട്ടക്ഷൻ ഗ്ലാസ്സസൊക്കെ വെക്കുന്നുണ്ട്, അതുപോലെ ബ്ലൂ കട്ട് റേസ് ഇങ്ങനെയുള്ളതൊക്കെ. ഇതുകൊണ്ടൊന്നും UV പ്രൊട്ടക്ഷൻ ഗ്ലാസ്സസ് നല്ലതാണ്. അതുപോലെ ബ്ലൂ റൈറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ചില ആളുകൾക്ക് ഹെഡ് ഏക്ക് വരുന്നവർക്ക്, മൈഗ്രെയിൻ വരുന്നവർക്ക്, അവർക്കൊക്കെ ചിലപ്പോൾ യൂസ്ഫുൾ ആയേക്കാം. അല്ലാതെ ജനറലി അങ്ങനെ ഒരു യൂസ് ആവശ്യമില്ല. പക്ഷേ അൾട്രാവയലറ്റ് UV പ്രൊട്ടക്ഷൻ നല്ലതാണ്, കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ സ്ക്രീനുകളൊന്നും അത്ര ടോക്സിക് ആയിട്ടുള്ള, ഇപ്പോൾ വരുന്ന സ്ക്രീനുകളൊന്നും അത്ര ടോക്സിക് ആയിട്ടുള്ള UV റേസ് എമിറ്റ് ചെയ്യുന്നില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. സൺലൈറ്റിൽ ഉള്ള അത്ര പുറത്തിറങ്ങിയിട്ടുള്ള സൺലൈറ്റിലുള്ള അത്രയും ടോക്സിക് ആയിട്ടുള്ള ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ സൺലൈറ്റിൽ ഇറങ്ങിയും വേണം നമ്മൾ, ഇല്ലെങ്കിൽ നമ്മുടെ വൈറ്റമിൻ D നമ്മുടെ ഗ്രോത്തിനെ അതൊക്കെ അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ പ്രൊട്ടക്ഷൻ വെച്ച് പുറത്തിറങ്ങുക എന്നുള്ളതാണ് അതിനുള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഗ്ലാസ് വെച്ചിട്ട്. വേറൊരു കാര്യം കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ളത്, ഇപ്പോൾ നമ്മൾ സൺലൈറ്റിൽ ഇറങ്ങണം, ഇപ്പോൾ നമ്മൾ സ്കിൻ എക്സ്പോസ്ഡ് ആവണം, നമുക്ക് വൈറ്റമിൻ D കിട്ടണം. സൂര്യനിൽ നിന്ന് പ്രകാശം വരുന്നു, നല്ല ശക്തമായ പ്രകാശം, നമുക്ക് അറിയാവുന്നതിൽ ഏറ്റവും ശക്തമായ പ്രകാശം. പക്ഷേ നമ്മൾ സൂര്യനെ നോക്കുന്നില്ല. സൂര്യനെ നമുക്ക് നോക്കാൻ പറ്റില്ല. ജസ്റ്റ് നോക്കാൻ ശ്രമിച്ച ഉടനെ നമ്മൾ താഴോട്ട് നോക്കിപ്പോകും. നമ്മൾ വല്ല സൂര്യഗ്രഹണത്തിനും അറിയാതെ നോക്കിയാൽ നമ്മുടെ കണ്ണിന് കുഴപ്പം വരികയും ചെയ്യും. പക്ഷേ ഈ ബ്രൈറ്റ് ലൈറ്റ്സ് അങ്ങനെയല്ല. നമ്മളെ ട്യൂബ് ലൈറ്റ് ആണെങ്കിലും CFL ആണെങ്കിലും നമുക്ക് കുറച്ച് നേരമൊക്കെ അതിൽ നോക്കിയിരിക്കാൻ പറ്റും. അങ്ങനെ കുട്ടികൾ ചിലപ്പോൾ അട്രാക്റ്റഡ് ആയിട്ട് അങ്ങനെ നോക്കിയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അതാണ് നമുക്കൊരു ഫോൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി കിട്ടും. ഏത് ലൈറ്റും അധികം നേരം അതിൽ നോക്കിയിരിക്കുന്നതോ അതിൽ എക്സ്പോസ്ഡ് ആയിരിക്കുന്നതോ അത്ര നല്ലതല്ല. ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിംഗ് ആണ് ഡയറക്റ്റ് ലൈറ്റിങ്ങിനെക്കാട്ടി നല്ലത്. കുട്ടികളുടെ സ്ക്രീൻ അഡിക്ഷനും അതുപോലെ തന്നെ ഈ സ്ക്രീൻ അഡിക്ഷൻ എപ്രകാരം കുട്ടികളുടെ കാഴ്ചശക്തിയെ ബാധിക്കുന്നു എന്ന വിഷയമാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ന് നമ്മളോട് ഇത്രയധികം അറിവുകൾ പങ്കുവച്ച പ്രിയപ്പെട്ട ഡോക്ടേഴ്സിനോടുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഡോക്ടേഴ്സ്.